ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ എങ്ങനെയാണ് നിങ്ങൾ ഇനേബിളേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർ ഇനേബിളിംഗ് അവസാനിപ്പിക്കുമ്പോൾ നാർസിസ്റ്റുകൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വിക്ടിംസ് ആയിട്ടുള്ളവർ ഇനേബിളൈസ് ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിലും അല്ലാതെ നാർസിസ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള നാർസിസ്റ്റിനെ എനേബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ഇതൊക്കെ റിയലൈസ് ചെയ്ത് ഇവർ നാർസിസ്റ്റ് ആണെന്നൊക്കെ റിയലൈസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഇവർക്കിടയിൽ ബൗണ്ടറി വെക്കുകയും ഇവരെ എനേബിൾ ചെയ്യുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവരുടെ പലതരത്തിലുള്ള റിയാക്ഷൻസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരും, സഹിക്കേണ്ടി വരും. ഇതിനെ സൈക്കോളജിയിൽ എക്സ്റ്റൻഷൻ ബേസ്റ്റ് എന്നാണ് പറയുന്നത്. ഇവരുടെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സപ്ലൈ നിങ്ങൾ മതിയാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എനേബിളിംഗ് നിങ്ങൾ നിർത്തിയിട്ട് ആ ബിഹേവിയറിനെ ഫീഡ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാവുന്ന പൊട്ടിത്തെറി പോലുള്ള പല റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിനെ ഒരു 5 റിയാക്ഷൻസ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നാർസിസ്റ്റ് നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആളായിരുന്നാലും അവർക്ക് നിങ്ങൾ ഒരു ഇനേബിളർ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഹെൽപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ടൂളാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളെന്ന് പറയുന്നത്. അത് നിരന്തരം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഫേവറബിളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമാണ്. അപ്പോൾ പല രീതിയിൽ ഇവരുടെ കള്ളങ്ങൾ മറച്ചു വയ്ക്കാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ടായിരിക്കും. ഇവരുടെ കടങ്ങൾ മാറ്റാനായിട്ട് നിങ്ങൾ സഹായിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവണം. ഇവരുടെ പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കുന്നതിൽ നിന്നും ഇവർക്ക് വേണ്ടി മറ്റുള്ളവരോട് കള്ളം പറയുന്നതിലേക്കും അത്തരത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ ഇനേബിളർ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം ഇവരുടെ സമാധാനം നിലനിർത്തി പോകണം എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത്, ആസ് എ വിക്ടിം, ആസ് എൻ എനേബിളർ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് ഇത്തരം ഇവരുടെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മേഖലകളിൽ നിന്നുമൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിന്നും നിങ്ങൾ പിന്മാറുമ്പോഴത്തേക്കും വളരെ വലിയൊരു പൊട്ടിത്തെറിയാണ് ഒരു റിയാക്ഷനായിട്ട് നാർസിസ്റ്റിൽ ഉണ്ടാവുക. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇനേബിളറായി ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ബഫറായിട്ടാണ് അവർ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ കോൺസിക്വൻസും നിങ്ങളാണ് അബ്സോർബ് ചെയ്തുകൊടുത്തുകൊണ്ടിരുന്നത്. അവർക്കൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്തരത്തിൽ നിങ്ങൾ ഇനേബിളിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നാർസിസ്റ്റിന് ഫൈനലി അവർ റിയാലിറ്റിയെ ഫേസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരുടെ ആക്ഷനുള്ള കോൺസിക്വൻസിന് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇത് രണ്ടും ഫേസ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു തലച്ചോറല്ല അവർക്കുള്ളത്. ഇത് മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള നാർസിസ്റ്റിക് ഇഞ്ചുറി എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ അവരുടെ ഈഗോയ്ക്കുള്ള ഒരു വലിയ അടി അല്ലെങ്കിൽ ഒരു മുറിവ് അവിടെ ഉണ്ടാവാനായിട്ട് കാരണമാവുകയും അവിടെ നാർസിസ്റ്റിന് അവരുടെ കൺട്രോൾ നഷ്ടപ്പെടുന്ന, അവർ എക്സ്പോസ്ഡ് ആകപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഇവർക്ക് പെട്ടെന്ന് കാണിച്ചു കൂടുന്ന റിയാക്ഷൻസ് എല്ലാം എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ന് പറയുന്ന ഇനേബിളർ യന്ത്രത്തെ തിരിച്ച് അതേ പൊസിഷനിൽ കൊണ്ടുവരാനും തിരിച്ച് അതേ രീതിയിൽ അത് വർക്ക് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ശ്രമങ്ങളായിരിക്കും പിന്നെ അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. അത്തരത്തിലുള്ള 5 റിയാക്ഷൻസ് ആണ് ഇനി ഞാൻ അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മാറ്റത്തിൽ അത്ഭുതത്തോടുകൂടിയുള്ള ഇവരുടെ ഒരു ഷോക്കും അതിനെ തുടർന്നുണ്ടാകുന്ന നാർസിസ്റ്റിക് റേജുമാണ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതൊരു റേജ് അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനം പോലെയുള്ള ഒരു പൊട്ടിത്തെറിയായിരിക്കും ഇവരുടെ. പ്രാഥമികമായിട്ട് നിങ്ങളെ ഇന്റിമിഡേറ്റ് ചെയ്യുക, നിങ്ങളെ വീണ്ടും ഇത് കണ്ട് പേടിപ്പിച്ച് തിരിച്ച് കൊണ്ടുവരിക എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയായിരിക്കും. ഇവർ ഭയങ്കരമായിട്ടുള്ള റേജ് കാണിക്കും, സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കും, നിങ്ങളുടെ മുന്നിൽ ഫിസിക്കലി അഗ്രസീവ് ആവാനും ഒക്കെയുള്ള സാധ്യത ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇവർ ഭീഷണികളൊക്കെ നിങ്ങൾക്കെതിരെ ഉയർത്തും. ഇപ്പോൾ അതിന് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്, നിങ്ങളുടെ ലൈഫിൽ ഏത് തരത്തിലുള്ള നാർസിസ്റ്റ് ആണെങ്കിലും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ അവരുടെ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് അവർ പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഇനി എന്തായാലും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അവരുടെ അടുത്ത് പറയുകയാണ്, ഇനി എൻ്റെ എന്തായാലും പണം കിട്ടാൻ പോകുന്നില്ല, നിങ്ങളുടെ കടം തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്നും പണം ഇനി ഞാൻ തരാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പോൾ തുടർന്ന് ഇവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഓഹോ അത് ശരി, എങ്ങനെയാണ് നിനക്ക് ഇത്ര ക്രൂരമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നിനക്ക് ഇത്രയും ക്രൂരമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറാനായിട്ട് പറ്റുന്നത്, നീ വളരെ മോശം ഒരു വ്യക്തിയാണ്, എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടും ഇങ്ങനെയാണോ നീ എന്നോട് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെ തോന്നുന്നു നിനക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ? പ്രത്യക്ഷത്തിൽ പ്രകടമായിട്ട് തന്നെ അവരുടെ ഡോമിനൻസ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആ ഒരു ബൗണ്ടറി വെച്ചല്ലോ, അത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി. നിങ്ങൾ അവർ കൊടുത്തുകൊണ്ടിരുന്ന സപ്ലൈ ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള മനസ്സിലാക്കൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ പേടിപ്പിക്കുക.
ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങളെ ഇന്റിമിഡേറ്റ് ചെയ്യുക, നിങ്ങളിൽ നിന്ന് ഒരു ഞെട്ടലുണ്ടായിക്കൊണ്ട്, നിങ്ങൾ പേടി ഉണ്ടായിക്കൊണ്ട് അവസാനം പറയും മതി മതി നീ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യ്, അതില്ലെങ്കിൽ നിങ്ങൾ തരാം ഞാൻ പൈസ തരാം എന്ന് അവസാനം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകടനങ്ങളെല്ലാം ഇവർ കാണിക്കുന്നത്. രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് വിക്ടിം കളിക്കുക എന്നുള്ളതാണ്. ഇവിടെ വിക്ടിം അവരാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു ശ്രമമാണ്. ഇതിനെ വെപ്പണൈസ്ഡ് ഇൻകംപീറ്റൻസ് എന്ന് പറയാം. ഇവിടെ അവരുടെ റേജ്, അവരാദ്യം കാണിക്കുന്ന ഈ ദേഷ്യ പ്രകടനങ്ങളും അതൊക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത് എടുക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് മോസ്റ്റ്ലി കോവേർഡ് നാർസിസ്റ്റുകൾ, കോവേർഡ് വൾണറബിൾ നാർസിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരെ വിക്ടിം കളിക്കുക എന്നുള്ളൊരു പരിപാടി തൊട്ട് പിറകെ അവരങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ സ്ക്രിപ്റ്റ് നേരെ തിരിച്ച് അവരങ്ങോട്ട് വിക്ടിം കളിക്കാൻ തുടങ്ങും. അവർ വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള, ഡിപ്രസ്ഡ് ആയിട്ടുള്ള, ഈവൻ സൂയിസൈഡ് ചെയ്യുന്ന രീതിയിലൊക്കെ ആക്ട് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങൾ ഇവർക്കിടയിൽ വെച്ച ബൗണ്ടറി ഒരു വലിയ ക്രൂവൽറ്റി ആണെന്ന് ഇവർ വരുത്തി തീർക്കും. ഇവരുടെ കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്വം എടുക്കായ്മയും നിങ്ങളുടെ കുറ്റമാണെന്നുള്ള രീതിയിൽ അവർ വരുത്തി തീർക്കും. ഇതിനുള്ള നല്ലൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി ജോലികൾ ചെയ്തു കൊടുക്കുന്നത് നിർത്തി എന്ന് വെക്കുക. നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ജോലിക്കും കൂടി സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നിർത്തി എന്ന് വെക്കുക. പെട്ടെന്ന് ഇവരെടുക്കും, നിങ്ങൾ ഇനി എന്ത് ക്രൂരമായിട്ടാണ് ഇപ്പോൾ എന്നോട് പെരുമാറുന്നത്, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു, ഞാൻ എൻ്റെ ജോലി പോട്ടെ, ജോലി നഷ്ടപ്പെടുത്തേ, ഇനിയിപ്പോൾ അതല്ലേ നടക്കുകയുള്ളൂ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എൻ്റെ ജോലി നഷ്ടപ്പെടും, എൻ്റെ ജീവിതം ഇല്ലാതാവും, എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, എത്രത്തോളം ക്രൂരമായിട്ട് എന്നോട് പെരുമാറാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചിലപ്പോൾ സോഫയിലോ അല്ലെങ്കിൽ ബെഡിലോ ഒക്കെ പോയി അങ്ങ് കിടന്നു കളയും. ഒന്നും മിണ്ടാതെ ഭയങ്കര അപ്സെറ്റ് ആണെന്നുള്ള രീതിയിൽ അഭിനയിച്ചുകൊണ്ട്. നിങ്ങളുടെ നിങ്ങൾ എമ്പതിയുള്ള പേഴ്സൺ ആണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അതുപോലെ കെയറിങ് ആയിട്ടുള്ള ഒരാളാണെന്നും ഇതുപോലുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എമ്പതി ട്രിഗർ ആവുമെന്നും നിങ്ങൾ വീണ്ടും ഇവരെ സഹായിക്കാൻ വേണ്ടി വരുമെന്നും വളരെ നന്നായിട്ടുള്ള അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും ടാക്ടിക്കുകൾ എടുക്കുന്നത്. മൂന്നാമത്തെ ഇവരുടെ റിയാക്ഷനാണ് സ്മിയർ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ നിങ്ങൾക്കെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള ശ്രമം. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഏതെങ്കിലും അഡിക്ഷൻ ടെൻഡൻസീസ്, ഇവരുടെ ഇൻഫിഡിലിറ്റി, ഇവർ നിങ്ങൾ ചതിച്ച കാര്യം, ഇവർക്ക് നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ട് വേറെ ആൾക്കാരുടെ അടുത്ത് ബന്ധം പുലർത്തിയിരിക്കുന്ന കാര്യം, അത് നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിന് കള്ളം പറഞ്ഞ് ഇവർക്ക് വേണ്ടി നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളത് നിർത്തിയെന്ന് വെക്കുക. ഇവർ ഉടനെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും നിങ്ങളുടെ ഫ്ലൈയിങ് മങ്കീസിനെ എല്ലാം സമീപിച്ച് നിങ്ങൾക്കെതിരെ തെറ്റായിട്ടുള്ള ഒരു ഇമേജ് അവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കും. അതിനുവേണ്ടി പർപ്പസ്ഫുൾ ആയിട്ട് എത്രയും പെട്ടെന്നുള്ള ശ്രമം ഇവർ നടത്തും. അവരെല്ലായിടത്തും പറയും എന്തോ ഭ്രാന്തുള്ളത് പോലെയൊക്കെ കാണിക്കുന്നു കേട്ടോ, അവളെന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുള്ളത് പോലെയൊക്കെയാണ് ഇപ്പോൾ അടുത്ത് പെരുമാറുന്നത്, എന്തോ ബുദ്ധിമുട്ട് അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്, എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം അവൾക്ക് പറ്റിയിട്ടുണ്ട്, എന്നെയും കൊച്ചുങ്ങളെയൊന്നും അവളിപ്പോൾ നോക്കുന്നില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും ഇപ്പോൾ അവൾ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും നിങ്ങൾക്ക് മ്യൂച്വലായിട്ട് അറിയാനുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇവർ പറഞ്ഞു വരുത്തും. എന്തിനാണ് ഇവർ ചെയ്യുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഒന്നാമത്, ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ അവസാനം സത്യങ്ങളൊക്കെ ചെന്ന് പറയുമ്പോൾ അവരൊരിക്കൽ നിങ്ങളെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഒരു പണിഷ്മെന്റ് ആണ്. നിങ്ങൾ ഫൈനലി ഇവരുടെ കാര്യമെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ആ ബൗണ്ടറി വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന അടിമപ്പണി നിങ്ങൾ മതിയാക്കിയതിനുള്ള ഒരു പണിഷ്മെന്റ് ആയിട്ടും കൂടി, കണ്ടോ നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാണിക്കും എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള വാർണിംഗ് നിങ്ങൾക്ക് തരാനും കൂടെ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. നാലാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവർ പൂർണ്ണമായിട്ടും മാറി ഒരു പുതിയ മനുഷ്യനായി എന്നൊക്കെ കാണിക്കാനുള്ള ശ്രമമാണ്, ഹൂവറിംഗ് ടാക്ടിക്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫേസ്, അല്ലെങ്കിൽ ഒരു ടാക്ടിക് ഇവരുടെ, അല്ലെങ്കിൽ റിയാക്ഷൻ ഇവരുടെ. ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ് ഫാൾസ് ഹോപ്പ്. നമ്മളൊരു അൺനെസസറി ആയിട്ട് വീണ്ടും ഇവരിൽ ഒരു പ്രതീക്ഷ തരുന്ന രീതിയിലേക്ക് ഇവർ പെരുമാറി തുടങ്ങും എന്നുള്ളതാണ്. ഇവർ വളരെ നൈസായിട്ടുള്ള ആളായി തുടങ്ങും. നിങ്ങൾ ഫൈനലി ആഗ്രഹിച്ചിരുന്ന രീതിയിലേക്ക് ഇവർ മാറുന്ന രീതിയിലുള്ള ഒരു പ്രകടനം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അത് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീണ്ടും ഇവർ ചെയ്യുന്നു, വീട്ടിൽ നിങ്ങളെ സഹായിക്കുന്നു, വളരെ നൈസായിട്ടുള്ള വ്യക്തിയായിട്ട് ഇവർ കാണിക്കുന്നു, നിങ്ങളോടൊപ്പം തെറാപ്പിക്ക് വരാമെന്നും ഡോക്ടറിനെ കാണാൻ വരാമെന്നും ഒക്കെ ഇവർ സമ്മതിക്കുന്നു, അപ്പോയിൻമെന്റ് ഒക്കെ വേണമെങ്കിൽ വിളിച്ച് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ കൂടെ വരാനൊക്കെ വിളിക്കുന്നു. ഇതിനൊരു നല്ല ഉദാഹരണമാണ് നിങ്ങൾ കംപ്ലീറ്റ്ലി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു, ഇവരുടെ എല്ലാ ഉടായ്പകളും നിങ്ങൾ കുറെ നാൾ സഹിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ക്ഷമിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ ഫൈനലി മതിയാക്കി നിങ്ങൾ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കരഞ്ഞ് നിങ്ങളുടെ കാലിൽ വീഴും. എന്നിട്ട് പറയും, അയ്യോ ഞാനെല്ലാം, നീ ഒന്ന് എൻ്റെ അടുത്ത് വീണ്ടും ഇനിയും കുറച്ച് സമയം എനിക്ക് തന്നു നോക്ക്, കുറച്ച് സമയം, നീ കണ്ടില്ലേ എന്നിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ നീ കണ്ടില്ലേ, ഞാൻ ഡോക്ടറിൻ്റെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തേക്കാണ്, നമുക്ക് ഒരുമിച്ച് പോയി ഡോക്ടറിനെ കാണാം, നമുക്ക് പുതിയൊരാളാകാം, ഇനിയൊരു ഇത്രയുമുള്ള കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു അധ്യായമായി നീ മടക്കി വെച്ചേക്ക്, നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുറക്കാം, പുതിയൊരു ജീവിതം ആരംഭിക്കാം, പുതിയതായി എല്ലാം എന്നും ആഗ്രഹിച്ച രീതിയിലേക്ക് ഞാൻ ഇതാകാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ഹോപ്പ് തന്നുകൊണ്ട് പിന്നെ നിങ്ങളെ എങ്ങനെയെങ്കിലും പിടിച്ചവിടെ നിർത്താനുള്ള ശ്രമങ്ങളായിരിക്കും പിന്നെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളിൽ തെറാപ്പി എടുത്താൽ തന്നെ, അവർ തെറാപ്പിക്ക് ലോങ് ടൈം കമ്മിറ്റഡ് ആയാൽ തന്നെ അവരിൽ എന്തെങ്കിലും ചേഞ്ച് വരാനായിട്ട് തന്നെ, അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരാൻ തന്നെ വർഷങ്ങളെടുക്കും. അത്രയും വർഷമൊന്നും തെറാപ്പിയിലൊന്നും കമ്മിറ്റഡ് ആകാൻ വേണ്ടി ഇവർ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു കാണിക്കൽ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നിങ്ങൾ ഇപ്പോൾ പോകുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് നിങ്ങളെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമാണ്. കുറച്ച്
നാൾ കഴിയുമ്പോൾ ഇവർ നിന്ന് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പഴയ പാറ്റേണിലേക്ക് തന്നെ ഇത് തിരിച്ചു വരികയും ഇവരുടെ ഇനേബിളിംഗ് സ്വഭാവം നിങ്ങളിൽ വന്നു തുടങ്ങുകയും ചെയ്യും. ഇതിൽ അഞ്ചാമത്തെ റിയാക്ഷനാണ് ഫൈനലി അല്ലെങ്കിൽ അവസാനം ഇവർ നിങ്ങളെ കംപ്ലീറ്റ്ലി തിരസ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ അവസ്ഥയിലാണ് ഇവർ പുതിയ സപ്ലൈകളെ തേടി പോകുന്നത്. ഇപ്പൊ മേൽപ്പറഞ്ഞ 4 റിയാക്ഷൻസും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ഒരു ടാക്ടിക്കും പിന്നെ നിങ്ങളിൽ നടപ്പാകാതെ വരികയാണെങ്കിൽ, ഈ നാർസിസിസ്റ്റ് റിയലൈസ് ചെയ്യും നിങ്ങൾ ആ യന്ത്രം, നിങ്ങളെന്ന ഇനേബിളർ എന്ന യന്ത്രം വർക്ക് ചെയ്യാത്തൊരു യന്ത്രമായി മാറിയിരിക്കുകയാണ്, ഇനി എനിക്ക് പുതിയ യന്ത്രത്തെ തേടി പോകേണ്ട സമയമായിരിക്കുകയാണ് എന്നിവർ റിയലൈസ് ചെയ്യും. അങ്ങനെ ഇവർ പുതിയ ഒരു ഒരു സപ്ലൈയെ തേടി പോകുന്ന സമയമാണ്, അല്ലെങ്കിൽ പുതിയ ഇതുപോലെ ഒരു പാർട്ണറിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മറ്റൊരാളിനെ സപ്ലൈ ആക്കി കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു സമയമാണ് ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ സമയങ്ങളിൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും മനഃപൂർവ്വമുള്ള ഒരു പ്രകടനമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്തുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്? ഈ നാർസിസിസ്റ്റ് എന്ന് പറയുന്ന ഈ പാരസൈറ്റിനെ, ഈ ഇത്തിൽക്കണ്ണിക്ക് എവിടെയെങ്കിലും പിടിച്ചിരിക്കണം, ഏതെങ്കിലും ഇരയെ ഊറ്റി മാത്രമേ അതിനെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അതിനെ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഇര അല്ലെങ്കിൽ ഇരയായിരുന്ന ഒരു വ്യക്തി മാറിപ്പോയിരിക്കുന്നു. ഇനി അടുത്ത അപ്ലയൻസിനെ, അടുത്ത ട്രോപ്പിനെ കണ്ടുപിടിക്കണം. അതിനെ കണ്ടുപിടിച്ചു, അതിനെ ഇരയാക്കി, അതിൽ പാരസൈറ്റ് ആയിട്ട് ഇവർ ജീവിക്കുകയാണ് ഇനി അങ്ങോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടമായി പോയി എന്നുള്ള ഒരു വിഷമമൊന്നും ആയിരിക്കില്ല ഇവർക്കുണ്ടാവുക. ആ രീതിയിലുള്ള ഒരു സങ്കടവുമല്ല ഇവരിൽ ഉണ്ടാവുക. ഇവരിലെ പാനിക് ആകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്ന യന്ത്രം മാറിയിരിക്കുകയാണല്ലോ, ഇനി പുതിയ യന്ത്രം അതേപടി വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ മൈൻഡിലൂടെ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്? ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് സെയിനായിട്ട് ആക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വൈസായിട്ട് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ എക്സ്റ്റൻഷൻ ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക, അതിൽ കൃത്യമായിട്ടുള്ള അവയർനെസ് നിങ്ങൾ നേടുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഇനേബിളിംഗ് മതിയാക്കിയിട്ട് നിങ്ങൾ ഇവരുടെ അടുത്തുനിന്ന് മാറുമ്പോൾ ഇവർ കാണിക്കുന്ന ഈ പ്രകടനങ്ങൾ, ഈ ഭയങ്കരമായിട്ടുള്ള റേജും, ഇത്തരത്തിൽ നിങ്ങളെ തിരിച്ച് പേടിയുണ്ടാക്കി, ഭയമുണ്ടാക്കി, അല്ലെങ്കിൽ ഇത് തന്നെ, ഈ ഒരു കാര്യം തന്നെ ഇതിനുവേണ്ടി നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നത് ടാൻഡ്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാക്കിയ ഈ കവചം അത് ഹോൾഡ് ചെയ്ത് തന്നെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവർ ഇത് കാണിക്കുന്ന ഒരു കുട്ടികൾ വാശി പിടിക്കുന്ന പോലെ ഒരു കാര്യമാണ്, അതുമായിട്ട് താരതമ്യപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവർ ഈ ടാൻഡ്രം കാണിക്കുന്നത്, ഈ ഒരു റേജ് കാണിക്കുന്നത്. ഇവരിവിടെ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ഇത് മതിയാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഈ വെച്ച ബൗണ്ടറി മതിയാക്കി ഇവരുടെ അടുത്തെത്തും എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്നുള്ള ഒരു അറിവിൽ നിന്നുമാണ് അവരിത് കാണിക്കുന്നത്. ആ ഒരു ടാൻഡ്രവും ഈ പ്രകടനങ്ങളും എല്ലാം കാണിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ അത് നിർത്തിയിട്ട് അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുകയാണ്. ഈ അടവെടുത്തു കഴിഞ്ഞാൽ ഇവള് നിർത്തി അല്ലെങ്കിൽ ഇവൻ നിർത്തി അടുത്തേക്ക് വരും എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇവരിലേക്ക് പോകരുത്. നോ മീൻസ് നോ എന്ന് തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മുടെ ആക്ഷൻസിലൂടെ. പിന്നെ കറക്റ്റ് നിങ്ങളൊരു ഗ്രേ റോക്കായി മാറുക എന്നുള്ളതാണ്. ഇന്റിമിഡേറ്റ് ചെയ്യാൻ നോക്കുന്നതും നിങ്ങളിൽ സഹതാപം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇതെല്ലാം നിങ്ങളിൽ ഒരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള ഇവരുടെ ശ്രമങ്ങളാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് അങ്ങ് മാറുക. നിങ്ങൾ കൊടുക്കുന്ന റെസ്പോൺസും ആ രീതിയിലുള്ള ബോറിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കണം. നിങ്ങൾ പറയണം, എനിക്ക് മനസ്സിലായി ഇപ്പം എന്താണ് അപ്സെറ്റ് ആവാൻ കാരണമെന്നും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള രീതിയിലുള്ള വ്യക്തവും കൃത്യവുമായിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, കോൺസിക്വൻസ് സംഭവിക്കട്ടെ എന്നങ്ങ് വിചാരിക്കുക എന്നുള്ളതാണ്. ഇത് കുറച്ച് ഹാർഡായിരിക്കും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ, അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും പാട് തന്നെയായിരിക്കും. അവരുടെ ജോലി പോകണമെങ്കിൽ പോട്ടെ, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, അവർ തറയിൽ കിടന്നുറങ്ങണമെങ്കിൽ അവർ തറയിൽ കിടന്നുറങ്ങിക്കോട്ടെ, എന്തോ ചെയ്യട്ടെ, നിങ്ങൾ അതിനകത്ത് ഇടപെടാൻ പോകേണ്ട കാര്യമില്ല. ഇവർ ചെയ്തു കൂട്ടിയതിന്റെ കോൺസിക്വൻസ് ആണ് അവർ അനുഭവിക്കുന്നത്, അത് അവർ അനുഭവിക്കട്ടെ എന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഇങ്ങനെ മാത്രമേ പറ്റുകയുള്ളൂ. ഈ ഇനേബിളിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഇനേബിൾ ചെയ്തല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾക്കൊരു ഗിൽറ്റ് ഉണ്ടായിരിക്കാം, വിഷമം ഉണ്ടായിരിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇനേബിളിംഗ് നിർത്തുന്നു എന്ന് പറയുന്നത് വളരെ വലിയ ധീരമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന. നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും നല്ല, ഏറ്റവും എത്തിക്കലായിട്ട് ഏറ്റവും എന്താ പറയുക, നിങ്ങളുടെ കോൺഫിഡൻസിനെ തന്നെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പായിരിക്കും നിങ്ങൾ ഫൈനലി ഒരു നാർസിസിസ്റ്റിനെ ഇനേബിൾ ചെയ്യുന്നത്, അവസാനിപ്പിച്ചു എന്ന് പറയുന്നത്. നിങ്ങൾ ഫൈനലി അവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം അവർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് തിരിക്കുകയാണ്. നിങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. അവർ കരയും, കാലിട്ടടിക്കും, ബഹളം വെക്കും, സ്ക്രീൻ ചെയ്യും, നിങ്ങളെ ബ്ലെയിം ചെയ്യും, ഇതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല. അവരുടെ ആക്ഷൻസിന്റെ ഉത്തരവാദിത്തം അവർക്കുള്ളതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡും നിങ്ങളുടെ വെൽബീയിങ്
എഡിറ്റിങ്ങും മാത്രമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ അഭിനയിച്ചൊക്കെ ഈ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത് കുറേ അധികം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് ഏതൊക്കെ രീതിയിലാണെന്നും നിങ്ങളുടെ എക്സ്പീരിയൻസസും നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കുക, എൻ്റെ കൂടെ നിൽക്കുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.